മുഖാമുഖത്തിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിൽ നമ്മളോടൊപ്പം പങ്കുചേരുന്നത് ലൂയി ബ്രെയിലി സ്മാരക മാതൃക അന്ധവിദ്യാലയം കൊടയത്തൂരിൽ പ്രവർത്തിക്കുന്ന ഈ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ശ്രീ പ്രേമരാജനാണ്. കൊടയത്തൂരിൽ പ്രവർത്തിക്കുന്ന ലൂയി ബ്രെയിലി സ്മാരക മാതൃക അന്ധവിദ്യാലയം ഇത്തരം ഒരു സ്ഥാപനം തുടങ്ങിയതിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം എന്തായിരുന്നു? കേരളത്തിൽ കാഴ്ചയില്ലാത്തവർ ഏറ്റവും കൂടുതലുള്ളത് 2 ജില്ലകളിലാണെന്ന് കണ്ടെത്തി. അതൊന്ന് പാലക്കാട് ജില്ലയിലാണ്, രണ്ടാമത്തതാണ് ഇടുക്കി ജില്ലയിൽ. ഏറ്റവും കൂടുതൽ പാലക്കാട് ജില്ലയിലുള്ളത് കൊണ്ട് ആദ്യം കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് എന്ന് പറയുന്ന സംഘടന പാലക്കാട് ജില്ലയിൽ 1980 ഹെലൻ കെല്ലർ സ്മാരക മാതൃക അന്ധവിദ്യാലയം എന്ന് പറയുന്ന ഒരു വിദ്യാലയം സ്ഥാപിച്ചു. അതിനെ തുടർന്ന് ജനങ്ങളുടെയും മറ്റുള്ളവരുടെയും സഹകരണത്തോടു കൂടി ഇടുക്കിയിൽ ഒരു വിദ്യാലയം തുടങ്ങണം, ധാരാളം കാഴ്ചയില്ലാത്ത കുട്ടികൾ ഇടുക്കിയുടെ വിവിധ ഭാഗങ്ങളിലുണ്ടെന്ന് സർവേയിൽ കണ്ടെത്തുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് 1997 കൊടയത്തൂരിൽ ലൂയി ബ്രെയിൽ സ്മാരക മാതൃക അന്ധവിദ്യാലയം സ്ഥാപിച്ചത്. ഇത് 2 മഹത് വ്യക്തികളുടെ പേരിലാണ്. ഒന്ന് ഹെലൻ കെല്ലർ എന്ന് പറയുന്നതും അതുപോലെ ലൂയി ബ്രെയിൽ. ലൂയി ബ്രെയിലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാഴ്ചയില്ലാത്തവർക്കുള്ള എഴുത്ത് അല്ലെങ്കിൽ ബ്രെയിൽ എന്ന ലിപി കണ്ടെത്തിയ മഹാൻ്റെ പേരിലാണ് ഈ വിദ്യാലയം സ്ഥാപിച്ചത് എന്നുള്ളതാണ്. ഞാൻ ഇവിടെ വന്നിട്ട് 7 വർഷമായി. അതിൽ 4ാമത്തെ വർഷമാണ് ഹെഡ് മാസ്റ്റർ സ്ഥാനത്തായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇത് സാധാരണ വിദ്യാലയങ്ങളെ വെച്ച് ഒരു സ്പെഷ്യൽ സ്കൂളാണ്. ഇത്തരം സ്പെഷ്യൽ സ്കൂളുകളിലേക്ക് കുട്ടികൾക്ക് അഡ്മിഷൻ നൽകുമ്പോൾ സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? സാധാരണ സ്കൂളിലേക്കുള്ളതുപോലെ തന്നെയാണ് 5 വയസ്സിൽ തന്നെയാണ് ഇവിടുത്തെ അഡ്മിഷൻ പ്രൊസീജിയർ. എന്നാൽ പല വീടുകളിൽ നിന്നും കുട്ടികളെ പറഞ്ഞയക്കാനോ അല്ലെങ്കിൽ ഈ സ്ഥാപനത്തെക്കുറിച്ച് അറിയാനോ ഉള്ള പ്രയാസം കൊണ്ട് ഗവൺമെൻറ് തന്നെ 5 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 1ാം ക്ലാസ്സിൽ അഡ്മിഷൻ കൊടുക്കാനുള്ള ഒരു പ്രൊസീജിയറുണ്ട്. അതാണ് മറ്റു സ്കൂളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സാധാരണയുള്ള സ്കൂളിൻ്റെ അതേ പ്രോസസ്സ് തന്നെ ഇവിടെയുള്ളൂ. താങ്കളുടെ ഈ വിദ്യാലയത്തിൽ ഏതുതരം വൈകല്യമുള്ള കുട്ടികൾക്കാണ് സാധാരണ അഡ്മിഷൻ കൊടുക്കുന്നത്? നമ്മുടെ ശതമാനത്തിൽ കൂടുതലുള്ള കുട്ടികൾ മാത്രമേ അഡ്മിറ്റ് ചെയ്യുള്ളൂ. കാരണം അതും മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. കാഴ്ചക്കുറവ് കൊണ്ട് അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് കാഴ്ച കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ തന്നെ 4 സർജറി എല്ലാം നടത്തിയ കുട്ടികളുണ്ട്. എങ്ങനെയെങ്കിലും റിക്കവറി ആവാൻ കഴിയുമോ എന്നറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ പലവർക്കും കഴിയുന്നില്ല. ചിലവർക്ക് കാഴ്ച നഷ്ടപ്പെടും. പിന്നീട് ഏത് സമയത്തും ആക്സിഡൻ്റലായിട്ട് ഈ കാഴ്ച നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളത് കൊണ്ടാണ് 40% മുകളിലുള്ള കുട്ടികളെ നമ്മുടെ സ്കൂളിൽ അഡ്മിറ്റ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ വരുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാഴ്ചക്കുറവിനോടൊപ്പം മറ്റ് വൈകല്യമുള്ള കുട്ടികൾ കൂടെ വരുന്നു എന്നുള്ള ഒരു പ്രത്യേകതയും കൂടി ഇപ്പോൾ അടുത്ത കാലത്ത് കാണപ്പെടുന്നുണ്ട്. ഇപ്പോൾ താങ്കൾ പറയണ്ടായി കാഴ്ചക്കുറവ് ഉള്ള കുട്ടികൾ അല്ലാതെ തന്നെ മറ്റു വൈകല്യങ്ങളുള്ള കുട്ടികളെയും ഇവിടെ അഡ്മിറ്റ് ചെയ്യുന്നു എന്ന് പറയും. ഇപ്പോൾ ശരിക്കും കാഴ്ചക്കുറവുള്ള കുട്ടികൾക്ക് നൽകുന്ന പരിശീലന രീതി ആയിരിക്കില്ല മറ്റുള്ള അംഗവൈകല്യം അല്ലെങ്കിൽ എന്തെങ്കിലും വൈകല്യമുള്ള കുട്ടികൾക്ക് വേണ്ടി വരിക. ഇതെങ്ങനെ മാനേജ് ചെയ്തു പോകുന്നു? ഇതിന് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഇതിനൊരു പ്രത്യേക പരിശീലനമുണ്ട്. ഇപ്പോൾ വൈകല്യം എന്ന് പറയുമ്പോൾ ആ വൈകല്യത്തിൻ്റെ തീവ്രത എങ്ങനെയാണ്, ഇതിനോടൊപ്പം മൾട്ടിപ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം, അതായത് മാനസിക വൈകല്യത്തോടൊപ്പം കാഴ്ച വൈകല്യം, അതുപോലെ തന്നെ കേൾവിക്കുറവും. ഹെലൻ കെല്ലർ അതിനൊരു ഉദാഹരണമാണ്. പിന്നെ കേൾവിക്കുറവ് ഉണ്ടായിരുന്നു, കാഴ്ചയില്ലായിരുന്നു. അപ്പോൾ അതുപോലെ ഇങ്ങനെ ഒന്നിലധികം വൈകല്യങ്ങളുള്ള കുട്ടികൾ ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് പലപ്പോഴും വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഈ കുട്ടികളെ മറ്റുള്ള അധ്യാപകർക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പരിചരിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഉപരിയായിട്ട് ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. ഞങ്ങൾ മൾട്ടിപ്പിൾ ട്രെയിനിങ് കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഈ ബ്ലൈൻഡിൻ്റെ മേഖലയിൽ, കാഴ്ചയില്ലാത്തൊരു മേഖലയിൽ മാത്രമാണ് ഞങ്ങളുടെ ഇവിടെയുള്ള അധ്യാപകരും മറ്റ് സ്റ്റാഫുകൾക്കൊക്കെ പരിശീലനം കിട്ടിയിട്ടുള്ളത്. പക്ഷേ എങ്കിലും ഒരു പരിമിതിയുള്ള കുട്ടിയെ പരിചരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇവിടെയുള്ള ഈ ആളുകൾക്ക് ഇങ്ങനെയുള്ള കുട്ടികളെയും അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നു. മാത്രമല്ല ഇവർക്ക് കൊടുക്കുന്ന ബോധന രീതിയിലും മാറ്റമുണ്ട്. ഇപ്പോൾ കാഴ്ച ഇല്ലാത്ത കുട്ടി ഒരു നോർമൽ കുട്ടിയാണെങ്കിൽ അവന് സാധാരണ കുട്ടിക്ക് കൊടുക്കുന്ന അതേ വിദ്യാഭ്യാസ രീതി കൊടുത്താൽ മതി. എന്നാൽ കാഴ്ചക്കുറവിനോടൊപ്പം മറ്റ് വൈകല്യം ഉണ്ടെങ്കിൽ ആ വൈകല്യത്തിൻ്റെ തോതും തീവ്രതയും കൃത്യമായി മനസ്സിലാക്കിയിട്ട് അവന് എന്തെങ്കിലും കൊടുത്താൽ മാത്രമേ അവന് പുരോഗതി ഉണ്ടാവും. അതിന് ധാരാളം ഉദാഹരണം ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ വന്നാൽ നമുക്ക് കാണാൻ നമ്മുടെ സ്കൂളിലുണ്ട്. കാരണം ഒന്നിലധികം വൈകല്യങ്ങൾ കൊണ്ടുവന്നു, നടക്കാൻ വയ്യാതെ വന്ന കുട്ടിയെ നടന്നു പോകുന്നത്, നടക്കാൻ കഴിയുന്നത്. കാരണം ഇത് വീടുകളിൽ ഇങ്ങനൊരു പരിശീലനം കൊടുക്കാൻ കഴിയില്ല. അതേസമയം ഇവിടെ വരുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് ഈ നടക്കാനുള്ള ഇത് കൊടുക്കുന്നു, ഭക്ഷണം കഴിക്കാനുള്ള രീതികൾ പഠിപ്പിച്ചു കൊടുക്കുന്നു, അവർക്ക് തനിയെ ബ്രഷ് ചെയ്യാനുള്ള
ട്രെയിനിങ് കൊടുക്കുന്നു. ടോയ്ലറ്റിൽ പോയാൽ എങ്ങനെയാണ് ടോയ്ലറ്റിൽ എന്തൊക്കെ ഇതാണ് അഡാപ്റ്റ് ചെയ്യേണ്ടത്, അതൊക്കെ കൃത്യമായി പരിശീലനം കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. കാരണം കാഴ്ചയില്ലാത്തത് കൊണ്ട് അവർക്ക് നൽകുന്ന ആ ഒരു പരിചരണത്തോടൊപ്പം എങ്ങനെ മറ്റു വൈകല്യമുള്ള കുട്ടികളെ പരിചരിക്കാൻ വളരെ ഉപകാരപ്രദമാകുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. എത്ര കുട്ടികൾ ഇപ്പം അവിടെ പരിശീലിക്കുന്നു? ഇപ്പോൾ 52 കുട്ടികളാണ് ആകെയുള്ളത്. അതിൽ 42 പേർ 1 മുതൽ 7 വരെ ക്ലാസ്സുകളിലും ബാക്കി 10 പേർ ഹൈസ്കൂളിലുമാണ്. ഈ സ്ഥാപനത്തിൽ ഫോളോ ചെയ്യുന്ന കരിക്കുലം സാധാരണ സ്കൂളുകളിലെ കരിക്കുലം തന്നെയാണ്? നമ്മുടെ സ്കൂളിലും സാധാരണ സ്കൂളിലെ അതേ കരിക്കുലം, അത് യാതൊരു മാറ്റവും ഇല്ല. നമ്മളെ സ്റ്റേറ്റ് സിലബസ് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ നോർമൽ ബുക്കും, അതായത് സാധാരണ സ്കൂളിൽ പഠിക്കുന്ന ബുക്കിനെ അത് ഞങ്ങളുടെ കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡിൻ്റെ തിരുവനന്തപുരത്തുള്ള ഹെഡ് ഓഫീസിൽ ബ്രെയിൽ മെഷീൻ ഉണ്ട്. ആ ബ്രെയിലിലേക്ക് പകർത്തി അതാണ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നത്. യാതൊരു മാറ്റവും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ അടുത്തുള്ള കൊടിയത്തൂരിന് ചുറ്റുഭാഗമുള്ള പല സ്കൂളിൽ നിന്നും ഈ 5ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ വിവിധ തരം വൈകല്യങ്ങൾ നേരിടുന്നവരെ കുറിച്ച് പ്രത്യേകം പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ അത് നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പലപ്പോഴും പല സ്കൂളിൽ നിന്നും കുട്ടികൾ ഞങ്ങളുടെ സ്കൂളിലേക്ക് വരുന്നുണ്ട്. കാരണം അവർക്ക് ഈ സിലബസ് മാറ്റമില്ല എന്നുള്ളതും എല്ലാം കൃത്യമായി അവിടെ നിന്ന് ഞങ്ങൾ ധാരണ കൊടുക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. അവർക്കുള്ള അതേ ബോധന രീതി തന്നെയാണ് ഇവിടെ പരിശീലിപ്പിക്കുന്നത്. സ്ഥാപനത്തിൽ ഇപ്പോൾ എൻ്റെ അറിവ് വെച്ച് 10ാം ക്ലാസ് വരെയുള്ള പരിശീലനമാണ് നൽകുന്നത്. ഇത്തരത്തിൽ 10ാം ക്ലാസ് കഴിയുന്ന കുട്ടികൾക്ക് സാധാരണ കുട്ടികളുടെ പോലെ ഒരു ബൗദ്ധിക നിലവാരം ഉണ്ടാവുന്നുണ്ടോ? അത് ഉറപ്പുവരുത്തുന്നുണ്ടോ? 7ാം ക്ലാസ് വരെ മാത്രമാണ് നമ്മുടെ സ്കൂളിലുള്ളൂ. അതിനുശേഷം ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷനാണ്. ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ കുട്ടികളോടൊപ്പം ഇങ്ങനെയുള്ള വൈകല്യമുള്ള കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ രീതിക്കാണ് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ 8, 9, 10 ക്ലാസ്സുകളിലെ കുട്ടികൾ തൊട്ടടുത്തുള്ള കോളപ്ര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത്. അവിടെ നിന്ന് തന്നെ അവർക്ക് ഇൻ്റഗ്രേഷൻ പഠിച്ചു, അവർക്ക് സമൂഹവുമായി ബന്ധപ്പെടാനുള്ള അവസരം ഉണ്ടായി, പിന്നെ അവരുടെ നിലവാരം ഉയർന്നിരിക്കുന്നു. കാരണം അവർക്ക് അതിനുള്ള കൃത്യമായ പരിശീലനം ഇവിടുന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് സാധാരണ കുട്ടികളെ പോലെ തന്നെ യാതൊരുവിധ അവർക്ക് അവരോട് സഹതാപമല്ല വേണ്ടത്, അവരെ പരിഗണിക്കുക മാത്രമാണ്. കാരണം അവർക്ക് യാതൊരുവിധ പ്രയാസമില്ല, ഒരു ഹെൽപ്പ് എന്നുള്ളത് മാത്രം മതി, അല്ലാതെ വേറെ ഒന്നും വേണ്ട. അവർക്ക് അതേപോലെ അതിനേക്കാൾ ഉപരിയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ SSLCക്ക് ഇവിടുന്ന് പോയ 4 കുട്ടികളാണ്. അവർ നല്ല മാർക്കോടുകൂടി ജയിച്ചു. ഏറ്റവും നന്നായി പഠിച്ച 2 കുട്ടികൾ ആ കോളപ്പുറ സ്കൂളിൽ പോലും എല്ലാവർക്കും, എല്ലാ ടീച്ചേഴ്സിനും ഇഷ്ടപ്പെട്ട 2 പേര് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അവർക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടി, അല്ലെങ്കിൽ ഗ്രേഡ് കിട്ടി, പാസ്സായി. അപ്പോൾ അവർ ഒരിക്കലും പുറകിലല്ല, നമ്മുടെ സാധാരണ കുട്ടികളെ പോലെ തന്നെ ഒപ്പം നിലവാരം പുലർത്തുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിൽ 10ാം ക്ലാസ് കഴിയുന്ന ഒരു കുട്ടിയുടെ തുടർന്നുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുവാൻ വേണ്ടി നിങ്ങളുടെ സ്കൂള് അല്ലെങ്കിൽ സർക്കാർ മുഖാന്തരം എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കാറുണ്ടോ? ഇന്നിപ്പോൾ +2 ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രയാസം എന്ന് പറയുന്നത് പ്ലസ് ടുവിലാണ്. കാരണം ആദ്യ കാലഘട്ടത്തിൽ കോളേജിലായപ്പോൾ കോളേജിൽ തുടർന്ന് പഠിക്കാനുള്ള അവസരം സുഖമായിട്ട് കിട്ടിയിരുന്നു, ഹോസ്റ്റലെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ +2 വന്നതോടുകൂടി അതിനുള്ള അവസരം കുറഞ്ഞു. എന്നാൽ കേരളത്തിൽ +2 വേർപ്പെടുത്തിയ സമയത്ത് കേരളത്തിൽ ഒരു സ്കൂളിൽ മാത്രമാണ് +2 അനുവദിച്ചത്, കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള +2 അനുവദിച്ചത്. അത് കോഴിക്കോട് ജില്ലയിലാണ്. എന്നാൽ എല്ലാ കുട്ടികൾക്കും കോഴിക്കോട് ജില്ലയിൽ പോയി പഠിക്കാനുള്ള അവസരം ഇല്ല. ഇവിടെ നിന്നുള്ള കുട്ടികളെ ഞങ്ങളൊക്കെ അങ്ങോട്ട് ഗൈഡ് ചെയ്യുക ചെയ്യുന്നത്. കാരണം അവരുടെ ഒരു നല്ല പഠനത്തിനും അവർക്ക് ആവശ്യമായ സപ്പോർട്ടും കിട്ടാൻ വേണ്ടിയിട്ട് പോവുക ചെയ്യുന്നത്. ചില കുട്ടികൾ അങ്ങനെയല്ല, വീടിനടുത്തുള്ള സ്കൂളിൽ തന്നെ പഠിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് വരുന്ന പ്രയാസം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷനുള്ള പിന്നെ ഉന്നത പഠനത്തിനുള്ള അവസരം പലപ്പോഴും കിട്ടുന്നില്ല. നേരെ മറിച്ച് ഇവിടെയാണെങ്കിൽ അതിനുള്ള സാഹചര്യം ധാരാളമുണ്ട്. കോഴിക്കോടാണെന്ന് വെച്ചാൽ ഇവരുടെ സിലബസ്, അനുയോജ്യമായ സിലബസിലാണ് പഠനം നടത്തുന്നത്. ഇവിടെ പഠിക്കുന്ന കുട്ടികൾ ഒരു ഹൈസ്കൂൾ തലത്തിലേക്ക് എത്തുമ്പോൾ അവരുടെ ഒരു വിദ്യാഭ്യാസ നിലവാരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നുണ്ട്? പിന്നെ സമൂഹമായി കൂടുതൽ ഇടപഴകുന്നു. അപ്പോൾ സമൂഹത്തിലെ എല്ലാവിധ മേഖലകളിൽ ഈ കുട്ടികൾക്ക് പങ്കെടുക്കാൻ കഴിയുന്നു, എല്ലാവിധ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുന്നു. അങ്ങനെ പിന്നെ അവർക്ക് ഞങ്ങൾ പിന്നെ ഒറ്റപ്പെട്ടവരല്ല, അതാണ് ഏറ്റവും വലിയ മെച്ചം. പണ്ട് കാലങ്ങളിൽ അല്ലെങ്കിൽ എപ്പോഴും പലപ്പോഴും പല വീടുകളിലും ഇങ്ങനെയുള്ള കാഴ്ചയില്ലാത്തവർ ജനിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വൈകല്യമുള്ളവർ ജനിച്ചു കഴിഞ്ഞാൽ അവരെ ആ കുടുംബത്തെ പോലും ഒറ്റപ്പെടുത്തുന്നൊരു സമൂഹം ഉണ്ടായിരുന്നു. എന്നാൽ ആ സമൂഹത്തിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് ഇങ്ങനെ വരുമ്പോൾ, ഈ ഒരു സ്കൂളിൽ വരുമ്പോൾ ഈ കുട്ടിക്കും തോന്നുകയാണ് ഞാൻ ഒറ്റയാണോ എന്ന്. എന്നാൽ ഇവിടെ വരുന്ന സമയത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിൻ്റെ ഇടയിലാണ് ഈ കുട്ടി വരുന്നത്. അപ്പം മനസ്സിലാക്കുന്നു ഞാൻ മാത്രമല്ല, എന്നെപ്പോലെ ധാരാളം കുട്ടികളുണ്ടെന്ന്. അപ്പോൾ എനിക്കും ഇതുപോലെ സാമൂഹ്യ പങ്കാളിത്തം
ഉണ്ടെന്നും ആ ഒരു ബന്ധത്തിലൂടെ തുടർന്ന് ഹൈസ്കൂളിൽ എത്തുമ്പോഴും അവരെ എല്ലാവരുമായിട്ട് ഇടപഴകാനുള്ള ഒരവസരം. കാരണം വീടുകളിൽ നിന്ന് ഇവരെ മാറ്റി നിർത്തുകയാണ്. വീടുകളിലെ ഒരു കല്യാണത്തിന് പോലും കൊണ്ടുപോകാൻ മടിക്കുന്ന രക്ഷിതാക്കൾ പലപ്പോഴും ഉണ്ട്. എന്നാൽ ഇവിടെ അങ്ങനെയുള്ള ഒരു പ്രശ്നം വരുന്നില്ല. കാരണം സമൂഹത്തിൻ്റെ ഒപ്പമാണ്, സമൂഹത്തിൻ്റെ ഒപ്പത്തിനൊപ്പം എനിക്കും കഴിവുണ്ട്, അവരുടെ എല്ലാ കഴിവുകളും എനിക്കുണ്ട്. ഞങ്ങളുടെ കുട്ടികൾക്ക് അതിനുള്ള ഓരോ കഴിവുകളിലും ഓരോ പരിപാടികളിലും പങ്കെടുക്കുമ്പോഴും അത് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അനലൈസ് ചെയ്യാൻ കഴിയും. അപ്പോൾ അവർ പറയുന്നത് എന്താണ്, ഇവർക്ക് എന്താ എക്സ്ട്രാ ഓർഡിനറി പവർ ഉണ്ട്, അല്ലെങ്കിൽ സൂപ്പർവിഷ്യൽ പവർ ഉണ്ട്. അങ്ങനെ ഒരു പവറും അല്ല, ഇവരുടെ ഒരു കഴിവ് തന്നെയാണ്. അവർ ആ മിങ്കിൾ ചെയ്ത് കിട്ടുന്ന ഒരു പവർ തന്നെയാണ്, അല്ലാതെ വേറെ ഒരു പ്രത്യേകതയില്ല. താങ്കൾ പറയുകയുണ്ടായി 40% ഏറെ അന്ധതയുള്ള വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്കാണ് ഇവിടെ അഡ്മിഷൻ കൊടുക്കുന്നതെന്ന് പറയുന്നുണ്ടായി. 40% അന്ധതയുള്ള ഒരു കുട്ടിയും പൂർണ്ണമായി കാഴ്ചയില്ലാത്ത ഒരു കുട്ടിയും ഒരുമിച്ച് ഒരേ ക്ലാസ്സിൽ ഇരുത്തിയാണ് നിങ്ങൾ വിദ്യാഭ്യാസം നടത്തുന്നത്? നമുക്ക് 40%, 100% എന്നുള്ളതല്ല ഇവിടെ. നമ്മൾ കൊടുക്കുന്ന മീഡിയം ഇൻസ്ട്രക്ഷനാണ്. ഇപ്പോൾ 40% അധികം കാഴ്ചക്കുറവുള്ള ഒരു വ്യക്തി നമ്മുടെ ക്ലാസ്സിൽ വരികയാണെങ്കിൽ അവൻ്റെ കയ്യിൽ 2 ബുക്ക് ഉണ്ടാവും. ഒന്ന് സൈറ്റഡും ഉണ്ടാവും. സൈറ്റഡ് മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് സാധാരണ ബുക്ക്, ഒന്ന് ബ്രെയിൽ ബുക്കും. അപ്പോൾ സാധാരണ ബുക്ക് ഈ കുട്ടിക്ക് നോക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാം. ചിലപ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരികയോ അങ്ങനെ കാണാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അവന് ബ്രെയിലിലേക്ക് എന്ത് ചെയ്യാം, നോക്കാം. യാതൊരു പ്രശ്നവുമില്ല. ഈ സാധാരണ കുട്ടി ഇത് 100% വൈകല്യമുള്ള കുട്ടിയോടൊപ്പം ഈ കാഴ്ചയിൽ ഇങ്ങനെ കുറച്ച് കാണുന്ന കുട്ടി ഇരിക്കുന്നതുകൊണ്ട് യാതൊരു ഇതില്ല. കാരണം പലപ്പോഴും അവർക്ക് സഹായകമായി മാറും. പെട്ടെന്ന് എന്തെങ്കിലും ഈ നമ്മുടെ അറിവിൻ്റെ നോളജിൻ്റെ 80% വിഷ്വലിലൂടെ വരുന്നത്. അപ്പോൾ കുറച്ചെങ്കിലും കാണാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കാഴ്ചയില്ലാത്ത ആളെ സഹായിക്കാൻ ഈ കാഴ്ചക്കുറവുള്ള കുട്ടിക്ക് കഴിയുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഞങ്ങൾക്കൊരു പ്രോബ്ലം ഇതുവരെയും അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം പൂർണ്ണമായി കാഴ്ചക്കുറവുള്ളത് കൊണ്ട് പ്രയാസം നേരിടുന്നോ ഇല്ല, അങ്ങനെ ഒരു പ്രയാസം അനുഭവപ്പെട്ടുന്നില്ല. ഇവിടെ ഈ സ്ഥാപനത്തിൽ പരിശീലനം നൽകുന്ന അധ്യാപകർ അവർ പൂർണ്ണമായും കാഴ്ചയുള്ളവരാണോ അതോ ഭാഗികമായി ഈ ഇത്തരം വൈകല്യമുള്ള ഒരു ആൾക്കാരാണോ ഇവിടെ കൂടുതൽ പരിശീലനം നൽകുന്നവർ? ഇവിടെ സ്കൂളിൽ 8 ടീച്ചിങ് സ്റ്റാഫിൽ 5 പേരും പൂർണ്ണമായും കാഴ്ചയില്ലാത്തവരാണ്. ഒരാൾക്ക് മാത്രം അല്പം കാഴ്ചയുണ്ട്. ബാക്കി 4 പേരും ടോട്ടലി ബ്ലൈൻഡാണ്. ഒരു നിഴൽ പോലും കാണാൻ കഴിയാത്ത അത്രയും കാഴ്ചക്കുറവുള്ള ആളുകൾ. ഈ സ്ഥാപനത്തിൽ കുട്ടികളെ താമസിപ്പിച്ചാണ് പഠിപ്പിക്കുന്നത്. അപ്പം എന്തൊക്കെ സംവിധാനങ്ങളാണ് നിങ്ങൾക്ക് കുട്ടികൾക്ക് നൽകുന്നത്? ഓരോ വർഷവും ഈ കുട്ടിയുടെ വരുമാന സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വേണം. വേറെ ഒന്നും ഈ കുട്ടിയുടെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിധത്തിലുള്ള മറ്റു വിധത്തിലുള്ള പിരിവൊന്നുമില്ല. ഞങ്ങൾക്ക് ആകെ വേണ്ടത് വരുമാന സർട്ടിഫിക്കറ്റാണ്. ഈ വരുമാന സർട്ടിഫിക്കറ്റ് ഞങ്ങളുടെ തൊട്ട് ഹയർ ഓഫീസായിട്ടുള്ള DO ഓഫീസിൽ സബ്മിറ്റ് ചെയ്യണം. ഒരു കുട്ടിയുടെ വരുമാന സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് പ്രതിമാസം നമുക്ക് 750 രൂപ വെച്ചൊരു കുട്ടിക്ക് കിട്ടുന്നത്. ഈ 750 രൂപ കിട്ടിയാൽ ഞങ്ങൾക്കൊന്നും ആവില്ല. കാരണം ഇന്നത്തെ ജീവിത നിലവാരവും അതല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ കോസ്റ്റിലും ഒരു ദിവസത്തെ 25 രൂപയുള്ളൂ. അതുകൊണ്ട് നമുക്ക് കഴിയുന്നില്ല. പക്ഷേ നല്ലവരായ ജനങ്ങളുടെ സപ്പോർട്ട് കൂടിയാണ്. ഏതായാലും ഗവൺമെൻറ് നമുക്ക് നൽകുന്നത് ഈ വരുമാന സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ബോർഡിംഗ് ഗ്രാൻഡ് അനുവദിക്കുകയുള്ളൂ. അതിലും ക്രിസ്മസിൻ്റെ കട്ട് ചെയ്യുന്നു, 10 ദിവസം കട്ട് ചെയ്യും, ഓണത്തിൻ്റെ സമയത്തുള്ള കട്ട് ചെയ്യും. ഇവിടെ ആക്ച്വലായിട്ട് കുട്ടികൾ നിൽക്കുന്ന ദിവസത്തിൻ്റെ മാത്രമേ നമുക്ക് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുള്ളൂ. ഇങ്ങനെയാണ് ഇവിടെ കുട്ടികൾക്ക് ഭക്ഷണത്തിനുള്ള ഫണ്ട് കിട്ടുന്നത്. ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റ് പൂർണ്ണമായും സർക്കാർ അധീനതയിൽ തന്നെയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ കാഴ്ചയില്ലാത്തവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് എന്ന് പറയുന്നത്. കാഴ്ചയില്ലാത്ത ഒരു 5-6 ചെറുപ്പക്കാർ 1967 കുന്നംകുളത്തെ ബ്ലൈൻഡ് സ്കൂളിൽ വെച്ച് ഫോം ചെയ്തൊരു സംഘടനയാണ് കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് എന്ന് പറയുന്ന സംഘടന. ആ സംഘടനയുടെ മാനേജ്മെൻറ്റിൻ്റെ കീഴിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റാണ് ഇതിൻ്റെ ഓർഗനൈസേഷൻ കമ്മിറ്റി. മറ്റുള്ള അവിടുത്തെ ഇതുപോലെ ഗ്രാൻഡ് കുട്ടികൾക്കുള്ള ഭക്ഷണത്തിനുള്ളതും ഞങ്ങളുടെ ശമ്പളത്തിൽ അല്ലെങ്കിൽ സ്റ്റാഫിൻ്റെ ശമ്പളവും ഗവൺമെൻറ് നൽകുന്നു എന്ന് മാത്രം. താങ്കൾ കുറച്ച് മുമ്പ് പറയുകയുണ്ടായി ഇത് സർക്കാരിൻ്റെ ഫണ്ടിങ് വളരെ കുട്ടികളുടെ ജീവിത ചെലവിന് അല്ലെങ്കിൽ അവരുടെ താമസ സൗകര്യത്തിന് വേണ്ടിയിട്ട് സർക്കാർ തരുന്ന ഫണ്ടിങ് വളരെ അപര്യാപ്തമാണെന്ന് പറയും. ഏതെങ്കിലും സർക്കാർ ഇതര സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ സഹകരിക്കാറുണ്ടോ? ഈ സഹകരിക്കാറുണ്ട്, മറ്റെല്ലാ ഇതൊക്കെ തന്നിട്ടുണ്ട്. പക്ഷേ നല്ലവരായ വ്യക്തികൾ പലപ്പോഴും ഞങ്ങൾക്ക് ഇതുപോലെ ഉച്ചയ്ക്കുള്ള ഒരു നേരത്തെ ഭക്ഷണം
അതുപോലെ തന്നെ അതുപോലെ റെസിഡൻസ് അസോസിയേഷൻ അങ്ങനെയൊക്കെയുള്ളവർ പലപ്പോഴും പല വിധത്തിലുള്ള സഹായിക്കുന്നുണ്ട്. അതിനു മുമ്പ് കഴിഞ്ഞ വർഷത്തിൻ്റെ മുമ്പത്തെ വർഷം ലയൺസ് ക്ലബ്ബ് എറണാകുളം ഞങ്ങൾക്ക് ഒരു 3 കമ്പ്യൂട്ടർ തരികയുണ്ടായി. അതുപോലെയുള്ള അങ്ങനെയുള്ള സഹായങ്ങൾ കിട്ടാറുണ്ട്. പിന്നെ MP MLA തുടങ്ങിയവരുടെ സഹായ സഹകരണം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ബഹുമാന്യപ്പെട്ട PT തോമസ് MP ഞങ്ങൾക്ക് 4 കമ്പ്യൂട്ടറും പ്രിൻ്ററും ഞങ്ങൾക്ക് അനുവദിച്ചു തരികയുണ്ടായി. പിന്നെ ഇടുക്കി MLA ഞങ്ങളുടെ റോഷി അഗസ്റ്റിൻ സാറ് ഇതുപോലെ തന്നെയാണ്. ഞങ്ങൾക്ക് ചുറ്റുമതില്ല, ഞങ്ങൾക്ക് 3 ഏക്കർ സ്ഥലമുണ്ടെങ്കിലും ആവശ്യത്തിനുള്ള ചുറ്റുമതിലൊന്നും ഇല്ലാത്തതിൻ്റെ അസൗകര്യം ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ 90 മീറ്ററോളം കെട്ടാനുള്ള ആവശ്യമായ ഫണ്ടിങ് 1.5 ലക്ഷം രൂപയോളം തന്ന് സഹായിക്കുകയുണ്ടായി. അങ്ങനെയുള്ള സഹായം മാത്രമേ ഞങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. ഇത്തരത്തിൽ ഇവിടെ പരിശീലനം നടത്തുന്ന കുട്ടികളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? ഇവിടെ ഈ സ്പെഷ്യൽ സ്കൂളിലൊക്കെ ഉള്ള ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസാണ് ഇവർക്ക് ഏറ്റവും ആവശ്യം. മറ്റു കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ സമൂഹമായി അല്ലെങ്കിൽ മറ്റു കുട്ടികളൊപ്പം ഓടിച്ചാടി നടന്ന് ഇതിനെല്ലാം ഉള്ള അവസരങ്ങളുണ്ട്. എന്നാൽ ഇവിടെ ഒരു പരിമിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറെ അനുവദിച്ച് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മ കൊണ്ട് പല ഈ ബോഡി സ്ട്രക്ചർ കാരണം കാഴ്ചയില്ലാത്തവർ പലപ്പോഴും മാനറിസംസും ഉണ്ടാവും. ഈ മാനറിസംസ് വരാൻ കാരണം അവർക്ക് എക്സ്പീരിയൻസ് ഇല്ലായിട്ടാണ്, അല്ലെങ്കിൽ വേണ്ടത്ര ട്രെയിനിങ് കിട്ടാത്തതാണ്. പക്ഷേ അത് ഇവിടെ ഇങ്ങനെയുള്ള ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഇല്ലാത്തതുകൊണ്ട് മറ്റു ടീച്ചേഴ്സ് അല്ലെങ്കിൽ മറ്റ് ജീവനക്കാരുടെ ഒരു പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്തു കൊടുക്കുന്ന സർവീസാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. പക്ഷേ എന്നാൽ ഞങ്ങൾക്കൊരു മ്യൂസിക് ടീച്ചറുണ്ട്. ആ മ്യൂസിക് പഠിപ്പിക്കുന്നത് ഞങ്ങളുടെ കുട്ടികൾ ഡാൻസ് ചെയ്യും. ഇപ്പോൾ ഇതിനു മുമ്പ് നടന്ന സ്റ്റേറ്റ് തലത്തിലെല്ലാം സെക്കൻഡ് അടക്കം സ്റ്റേറ്റ് തലത്തിൽ കിട്ടിയിട്ടുണ്ട്. ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ഞങ്ങൾക്ക് ആവാൻ കഴിയുന്നത് ഇതിന് കാരണം ഡാൻസ്, നാടോടി നൃത്തം. ഈ നാടോടി നൃത്തത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ സ്റ്റേറ്റ് കലോത്സവത്തിൽ മത്സരിക്കുമ്പോൾ ഒരു കുട്ടിയുടെ അത് വെച്ച് നോക്കിയാൽ ചിലപ്പോൾ കഴിയില്ല. കാരണം ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരു നല്ലൊരു നൃത്തമായിരിക്കും കഴിയുന്നത്. അതുപോലെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ സാധാരണ കുട്ടിയേക്കാളും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയുന്നുണ്ട്. ലളിതഗാനത്തിനാണെങ്കിലും ഇപ്പോൾ നമുക്കറിയാം ഇതിനു മുമ്പ് എല്ലാം ഈ ഏഷ്യാനെറ്റിൻ്റെ ഐഡിയ സ്റ്റാർ സിംഗറിൽ ഇതിലെല്ലാം പങ്കെടുക്കേണ്ടായി. അപ്പോൾ വൈകല്യം കൊണ്ട് ഇങ്ങനെയുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒരു പുറകിലേക്ക് പോവല്ല, അവർക്ക് ഒന്നും കൂടെ ഇമ്പ്രൂവ് ചെയ്തു വരികയാണ് ചെയ്യുന്നത്. കാരണം പെട്ടെന്ന് അത് ഇന്നതാണ്, ഈ സ്വരങ്ങളൊക്കെ ഇന്നതാണ് കൃത്യമായി ഫോക്കസ് ചെയ്യാനുള്ള പവർ ഈ കുട്ടികൾക്ക് കിട്ടും. കാരണം നമ്മളൊരു കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ചയുള്ള സമയത്ത് നമ്മുടെ മൈൻഡ് ഡിഫറൻ്റ് ആയിട്ട് പോകുന്നുണ്ട്. പക്ഷേ അവർക്കങ്ങനെയല്ല, ആരാണോ പറയുന്നത് ആ പറയുന്നവരിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർക്ക് കൃത്യമായിട്ട് ഏതു കാര്യം ഓർത്തു വയ്ക്കാനും. ഇപ്പോൾ ഞങ്ങളുടെ ഒരു കുട്ടി ഇപ്പോൾ വന്നിരിക്കുന്ന 5 വയസ്സുള്ള 1ാം ക്ലാസ്സിലൊരു കുട്ടി ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്താൽ മതി, ആ കുട്ടി നിങ്ങൾ 10 വർഷം കഴിഞ്ഞ് വന്നാലും ഇന്ന ആളാ വന്നിരിക്കുന്നതെന്ന് പറയാൻ കഴിയും. ഒരു ഡ്രസ്സ് 2 തവണ നമ്മളിട്ടു എന്ന് കഴിഞ്ഞാൽ ഇന്ന ഡ്രസ്സാണ്. കാരണം അവർക്ക് ഇത് സ്മെല്ലിലൂടെയും എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാം വളരെ പെട്ടെന്ന് സാധാരണ ഒരു നോർമൽ വ്യക്തിയേക്കാൾ കൂടുതൽ മനസ്സിലാക്കാനുള്ള പവർ കിട്ടുന്നത് കൊണ്ടാണ്. കാരണം എന്ത് ചെയ്യുന്നില്ല, വിഷ്വൽ ഡിഫറൻ്റ് ആയിട്ട് പോകുന്നില്ല, ഫോക്കസ് ചെയ്യുകയാണെന്നുള്ള, അതായത് അന്തര കണ്ണുകൊണ്ട് ഇതെല്ലാം കാണാൻ കഴിയുന്നതാണ്. അതാണ് ഇവിടെയുള്ള മെച്ചം. അപ്പോൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലെല്ലാം പങ്കെടുക്കുന്നു. സ്റ്റേറ്റ് തലത്തിൽ 2ാം സ്ഥാനം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ പരിമിതമായ വർഷങ്ങളായിട്ടുള്ള ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട്. അതുപോലെ തന്നെയാണ് 3 വർഷമായിട്ടും ലോക വികലാംഗ ദിനത്തോടനുബന്ധിച്ച് നടന്ന മത്സരത്തിൽ ഞങ്ങളുടെ സ്കൂളാണ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുള്ളത് 3 വർഷം. ഈ വർഷം ഈ ഡിസംബർ 3 ഞങ്ങൾ പങ്കെടുക്കാൻ പോവാണ്. ഇത്തരം സ്ഥാപനങ്ങളിൽ പരിശീലനം നടത്തുന്ന കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യൽ കലോത്സവമാണോ നടത്തുക, അതോ സാധാരണ സ്കൂൾ യുവജനോത്സവം പോലുള്ള കലോത്സവങ്ങളിൽ ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്നുള്ള കുട്ടികളെ നേരിട്ട് പങ്കെടുപ്പിക്കുകയാണോ ചെയ്യുന്നത്? സാധാരണ സ്കൂളിലെ കലോത്സവത്തിൽ ഞങ്ങൾക്ക് പങ്കെടുക്കുമ്പോൾ ഒരു പ്രയാസമുള്ളതെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് കലോത്സവത്തിൽ ജില്ല കഴിഞ്ഞ് സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല ഇവിടെ പങ്കെടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരിട്ട് എന്ത് ചെയ്യാണ്, സ്റ്റേറ്റ് കലോത്സവത്തിൽ നേരിട്ട് പങ്കെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തിൻ്റെ 9 വർഷം ഞങ്ങളുടെ സ്കൂളിൽ സബ് ജില്ലയും ജില്ലാ തലം വരെ ഞങ്ങളുടെ കുട്ടികൾ പോവുകയുണ്ടായി. എന്നാൽ ഇതേപോലെ തന്നെയാണ് സ്റ്റേറ്റ് തലത്തിൽ പങ്കെടുക്കണമെങ്കിൽ ഇവിടെ നിന്ന് പങ്കെടുത്തില്ല എന്ന് പറഞ്ഞുള്ള സർട്ടിഫിക്കറ്റ് ആവശ്യമായി വരും. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് സ്റ്റേറ്റ് കലോത്സവത്തിൽ നേരിട്ട് പങ്കെടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ സ്റ്റേറ്റ് കലോത്സവങ്ങളിൽ വിജയികളാവുന്ന കുട്ടികൾക്ക് സാധാരണ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം SSLC പോലുള്ള
സംസ്ഥാനതല പരീക്ഷകളിൽ അവർക്ക് ഗ്രേസ് മാർക്ക് ലഭിക്കുന്ന ഒരു സംവിധാനമുണ്ട്. ഇത്തരം കലോത്സവങ്ങൾ വിജയികളാവുന്ന സ്പെഷ്യൽ സ്കൂളുകളിലെ കുട്ടികൾക്ക് ഈ സംവിധാനം കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. അതേ ഗ്രേസ് മാർക്ക് ഇവർക്കും കിട്ടുന്നുണ്ട്. യാതൊരു മാറ്റവുമില്ല. ഗ്രേഡ് കിട്ടുന്നു. നമ്മൾക്ക് ഇവിടെ കഴിഞ്ഞ വർഷം മാത്രമേ നടന്നില്ലാത്തുള്ളൂ. അതിൻ്റെ മുമ്പത്തെ വർഷമെല്ലാം ഈ സ്റ്റേറ്റ് കലോത്സവത്തിൽ നടന്ന കുട്ടികളെ അനുമോദിക്കുന്ന സമയത്ത് ഇവിടെയുള്ള ജില്ലാ പഞ്ചായത്തും വിദ്യാഭ്യാസ ഓഫീസറും എല്ലാം കൂടി ഞങ്ങളുടെ കുട്ടികളെ ഒരേ വേദിയിൽ വെച്ച് തന്നെയാണ് അനുമോദിക്കുകയും അതിനുള്ള പ്രത്യേക ഈ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാനുള്ള ഷീൽഡ് അടക്കം ഞങ്ങൾക്ക് തരികയുണ്ടായിരുന്നു. 10ാം ക്ലാസ് വരെയുള്ള പരിശീലനമാണ് താങ്കളുടെ സ്ഥാപനത്തിൽ നടക്കുന്നത്. പരിശീലനം പൂർത്തിയാക്കി പുറത്തു പോകുന്ന കുട്ടികൾക്ക് അവരുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എന്തെങ്കിലും സ്ഥാപനം നേരിട്ട് നടത്തുന്നുണ്ടോ, അല്ലെങ്കിൽ അവർ എന്ത് ചെയ്യുന്നു എന്ന് ഫോളോ അപ്പ് ചെയ്യാറുണ്ടോ? കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് ആണ് എന്ന കാഴ്ചയില്ലാത്തൊരു സംഘടനയാണ് ഈ സ്ഥാപനം നടത്തുന്നത്. ഇതിന് 2 സ്കൂളാണ്, ഒന്ന് ഇവിടെയും ഒന്ന് പാലക്കാടും. രണ്ടാമത് ഈ 14 ജില്ലകളിലും ഇവർക്ക് വേണ്ടി പ്രത്യേക തൊഴിൽ കേന്ദ്രങ്ങളുണ്ട്. ഇപ്പോൾ വനിതകൾക്ക് വേണ്ടി എറണാകുളം ജില്ലയിലെ പോത്താനിക്കാട് ഒരു സെൻ്ററുണ്ട്. ഇവിടെ ചെയ്യുന്നത് പറഞ്ഞാൽ പഠനത്തിന് അവസരം കിട്ടാത്ത വനിതകൾക്ക് 10ാം ക്ലാസ് പരീക്ഷ എഴുതാനും തുടർ പഠനത്തിനുള്ള പരിശീലനം നൽകുക, അതുപോലെ തന്നെ വൊക്കേഷനായിട്ട് തൊഴിൽ പരിശീലനം നൽകാൻ ആവശ്യമായിട്ടുള്ള ബുക്ക് ബൈൻഡിങ്, അതുപോലെ അവർക്ക് കഴിയുന്ന പല വർക്കുകളും ഈ ഇപ്പോഴൊക്കെ കമ്പ്യൂട്ടർ വന്നതുകൊണ്ട് കമ്പ്യൂട്ടർ പരിശീലനം DTP മറ്റുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് നൽകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ സ്റ്റെനോഗ്രാഫി, ഫോൺ, ടെലഫോൺ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം വിവിധ പരിശീലനം നൽകുന്നത്. അതുപോലെ തന്നെയാണ് കോഴിക്കോട് ജില്ലയിലെ കുണ്ടായത്തോട് കയർ പരിശീലനം കൊടുക്കുന്നുണ്ട്. അതുപോലെ ചെയർ കെയിനും പരിശീലനം, മെഴുകുതിരി, പിന്നെ അതുപോലെ ചന്ദനത്തിരി തുടങ്ങിയ വിവിധ തരത്തിലുള്ള പരിശീലനം നൽകുന്നുണ്ട്. തിരുവനന്തപുരത്തും ഇതേപോലെ പരിശീലന കേന്ദ്രമുണ്ട്. അപ്പോൾ വിവിധ കേന്ദ്രങ്ങളിൽ ഇവർക്ക് ആവശ്യമായ പരിശീലനങ്ങൾ നൽകാൻ ആവശ്യമായ സപ്പോർട്ട്. അതുകൊണ്ട് ഞങ്ങൾ ഏതെങ്കിലും സമയത്ത് ഇങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി കഴിഞ്ഞാൽ അവർക്ക് എവിടെയാണോ, ഇപ്പോൾ 18 വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടിയെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്കൂളിൽ അഡ്മിറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനൊരു കുട്ടിയുണ്ട്, പഠിക്കാൻ അവസരം കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഞങ്ങൾ വനിതയാണെങ്കിൽ പോത്താനിക്കാടും, അതല്ലെങ്കിൽ ഇവിടെ ജെൻസ് ആണെങ്കിൽ കോഴിക്കോടോ തിരുവനന്തപുരത്തോ കൊടുക്കുന്നു. അപ്പം അതുപോലെ തന്നെയാണ് ഡിഗ്രി കഴിഞ്ഞിട്ട് പഠിക്കാൻ അവസരമില്ലാത്ത ആളുകളെയും ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ ഒന്നും പഠിച്ചല്ലെങ്കിൽ അവർ തനിയെ പഠിച്ചോ ഡിഗ്രി കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ പാലയിൽ ഇതേപോലെ ഒരു വീട്ടിൽ 2 പേര് കാഴ്ചയില്ലാത്തവരാണ്. അവർ 2 പേരുടെയും ഡിഗ്രി കഴിഞ്ഞിരിക്കും വീട്ടിലിരിക്കുക. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ എറണാകുളത്ത് ഫെയ്ത്ത് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനമുണ്ട്. ആ ഫെയ്ത്ത് ഇന്ത്യയിൽ കമ്പ്യൂട്ടർ പഠനത്തിനുള്ള സൗകര്യമുണ്ട് കാഴ്ചയില്ലാത്തവർക്കൊന്നും. അങ്ങനെ അവരവിടെ പോയിട്ട് എന്ത് ചെയ്യാണ്, പഠിക്കുകയാണ് ചെയ്യുന്നത്. വൈകല്യമുള്ള കുട്ടികളെ ഇത്തരം സ്പെഷ്യൽ സ്കൂളുകളിലേക്ക് വിടാൻ രക്ഷിതാക്കൾക്ക് എന്തെങ്കിലും ഒരു വിമുഖത ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്? ഓരോ വീട്ടിലും 1-2 കുട്ടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കുട്ടി വൈകല്യമുള്ളതായി ജനിച്ചു, ഇനി ആ കുട്ടിക്കുള്ള എല്ലാ കെയറും നോക്കുക എന്നുള്ള പ്രതീക്ഷയോടുകൂടി ചിലർ ഓവർ പ്രൊട്ടക്ഷൻ ചെയ്യും, ചിലപ്പോഴും നെഗ്ലക്ഷൻ. ഇത് 2 ഞങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ഓവർ പ്രൊട്ടക്ഷൻ ചെയ്യുന്ന കുട്ടിയെ ഒരു കാരണവശാലും വീട്ടുകാരല്ല അവിടുത്തെ നാട്ടുകാർ പറഞ്ഞാൽ പോലും പലപ്പോഴും സ്കൂളിലേക്ക് വിടാത്തതുണ്ട്. ഞങ്ങൾക്ക് തന്നെ ഇടുക്കിയുടെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും ഉണ്ട് എത്രയോ കുട്ടികൾ വീട്ടിൽ നിന്ന് പുറം ലോകം കാണാതെ വീടിനുള്ളിൽ തന്നെ കിടക്കുന്നവരുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ അടുത്തുനിന്നൊരു കുട്ടി ഇതുപോലെ അവർ വീട്ടിലെ അമ്മയ്ക്ക് താല്പര്യമായിരുന്നു, അച്ഛനും ഈ അമ്മയുടെ അമ്മയ്ക്കും അച്ഛനും തീരെ താല്പര്യമില്ല സ്കൂളിലേക്ക് വിടാൻ. അപ്പോൾ അങ്ങനെ ആ കുട്ടിയെ വീട്ടിൻ്റെ ഉള്ളിലിരുത്തുക. പിന്നെ അവരോട് ഇതേപോലെ പോയി പറഞ്ഞ് ഇവിടെ സ്ഥാപനം കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തതിന് ശേഷമാണ് ആ കുട്ടിയൊന്ന് ഇങ്ങോട്ട് വിട്ടത്. അപ്പോൾ ധാരാളം രക്ഷിതാക്കൾ ഇപ്പോഴും ഇത്രയും നമ്മൾ വിദ്യാഭ്യാസപരമായിട്ട് ഉയർന്നാൽ പോലും സ്കൂളിലേക്ക് വിടുന്നതിൽ വിമുക്തത കാണിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഇതൊന്നുമല്ല, കുട്ടികളുടെ എണ്ണം ഇനിയും ഇടുക്കിയെ സംബന്ധിച്ചുണ്ട്. പിന്നെ രണ്ടാമത് ഇടുക്കിയുടെ ഒരു ഭൂപ്രകൃതി ഒരു പ്രത്യേകതയാണ്. കാരണം പല കുട്ടികൾക്കും എത്തിപ്പെടാനുള്ള പ്രയാസമുണ്ട്. കാരണം അവരെ സംബന്ധിച്ച്, കാരണം സാധാരണക്കാരനായ ജനങ്ങളാണുള്ളത്. അപ്പോൾ അവർക്ക് ഇവിടെ എത്തി കൊണ്ടുവരിക എന്ന് പറയാം. നമ്മൾ TA അവർക്ക് കൊടുക്കുന്നുണ്ട്, അപ്പോൾ അതും ഗവൺമെൻറ് നൽകുന്നുണ്ട്. അതും 6 തവണ ഒരു കുട്ടിയെ സ്കൂളിൽ കൊണ്ടുപോകുന്നതിന് 6 തവണ TA കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ കൊടുക്കുകയാണെങ്കിൽ പോലും പല രക്ഷിതാക്കൾക്കും
മടിയാണ്. ചിലവരെന്ത് ചെയ്യും, ഒന്നോ രണ്ടോ നാട്ടുകാരെല്ലാം പറഞ്ഞതിന് ഫലമായിട്ട് ഞങ്ങളുടെ കൺവിൻസിങ് കൊണ്ട് 1-2 ദിവസം വരും. അത് അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച വന്ന് നിൽക്കും. അടുത്ത പ്രാവശ്യം കുട്ടീനെ എല്ലാവർക്കും വീട്ടിൽ കാണണം എന്ന് പറയും. എന്നിട്ട് കൊണ്ടുപോകും. പിന്നെ എന്ത് ചെയ്യില്ല, കൊണ്ടുവിടാത്ത ഫാമിലീസ് ഉണ്ട്. അപ്പോൾ ഈ വർഷം വന്ന 6 കുട്ടികൾ, 1ാം ക്ലാസ്സിലേക്ക് 6 കുട്ടികളാണ് വന്നിരിക്കുന്നത്. ഈ 6 കുട്ടികളും 5 വയസ്സിൽ തന്നെയുള്ള കുട്ടികളായിരുന്നു. അവരിതും മാത്രമല്ല, കഴിഞ്ഞ വർഷം തന്നെ 3 പേര് ഇവിടെ അഡ്മിഷൻ എടുത്ത കുട്ടികളായിരുന്നു. അങ്ങനെയുള്ള മാറ്റമുണ്ട്. അപ്പോൾ നേരത്തെ വരുന്നുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. സ്ഥാപനത്തിലേക്ക് പരിശീലനത്തിന് കുട്ടികളെ ചേർക്കാൻ കൊണ്ടുവരുന്ന രക്ഷിതാക്കൾക്ക് എന്തെങ്കിലും ബോധവൽക്കരണം നടത്തേണ്ടി വരാറുണ്ടോ? ഈ കുട്ടികളെ കാരണം ഏത് വൈകല്യമുണ്ട്, കാഴ്ച എന്ന് മാത്രമല്ല, മറ്റേത് വൈകല്യമുള്ള കുട്ടി ജനിച്ചാലും ചിലപ്പോൾ പെട്ടെന്ന് അറിയാൻ കഴിയില്ല. ചിലപ്പോൾ ഒരു കാഴ്ചയെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്, നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് 6 ആഴ്ച കഴിഞ്ഞ് മനസ്സിലാക്കാൻ കഴിയും. ഒരു നല്ല ഒബ്സർവ് ചെയ്യുന്ന അമ്മയ്ക്ക് കഴിയും. അതല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വയസ്സ് വരെ പോലും കാഴ്ചയുടെ പ്രശ്നം മനസ്സിലാക്കാത്ത ഉണ്ട്. അതുപോലെ കേൾവിയുടെയും ഇതൊക്കെയാണ് ഇതേപോലെ തന്നെ പ്രശ്നങ്ങളാണ്. ഇത് മനസ്സിലാക്കാനും അപ്പോൾ അതുകൊണ്ട് ഇത് നേരത്തെ തിരിച്ചറിയാൻ വേണ്ടി ഞങ്ങൾ അംഗൻവാടിയിൽ ടീച്ചേഴ്സിന് ബോധവൽക്കരണം നൽകാറുണ്ട്. അതുപോലെ തന്നെയാണ് ഈ പാരൻസിനെ വിളിച്ച് കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്. ഇങ്ങനെയുള്ള ഇപ്പോൾ ഈ ചക്കിക്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇതുപോലെ ഒരു അത് കേൾവിക്കുറവുള്ള കുട്ടിയായിരുന്നു. ഈ കേൾവിക്കുറവുള്ള കുട്ടിയാണ് ഞാനിങ്ങനെ ഇവിടെ ഇതുപോലെയുള്ള എൻ്റെ ക്ലാസ് കേട്ടിട്ട് ആ ക്ലാസ് കേട്ടതിന് ശേഷം ആ രക്ഷിതാവ് എന്നെ ബന്ധപ്പെടുകയും കുട്ടിയുടെ കേൾവിയെ സംബന്ധിച്ച് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിക്കേണ്ടത്. അങ്ങനെ ആ കുട്ടിക്കുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ആ കുട്ടിക്ക് ഹിയറിംഗ് എയ്ഡ് ഇപ്പോൾ 3.5 വയസ്സ് 4 വയസ്സേ ആയുള്ളൂ. ആ കുട്ടിക്ക് ഇപ്പോൾ നമ്മുടെ യേശുദാസിൻ്റെ ഈ കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തിയാൽ കേൾവി കിട്ടുമെന്നുള്ള അതിനാവശ്യമായിട്ടുള്ള ഇത് നൽകാൻ ഗൈഡൻസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടുത്തെ പഞ്ചായത്ത് വാർഡ് മെമ്പറെ എല്ലാം വിളിച്ച് ഇതൊന്ന്, വളരെ പാവപ്പെട്ടവരാണ്, അവർക്ക് ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇവരെനിക്ക് കിട്ടിയില്ലെങ്കിലും ഇതാണ്. ഇങ്ങനെയുള്ള നമ്മളെല്ലാവരും പാരൻസിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് കൊടുക്കാറുണ്ട്. സ്കൂളിലും ഞങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, നൽകാറുണ്ട്. സ്കൂളിൽ വരുന്ന രക്ഷിതാക്കൾ അവർ വന്നവരാണ്. അപ്പോൾ വന്നവരിലൂടെ അവരിങ്ങനെ കുട്ടികളെ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ അവർക്ക് ആവശ്യമായ ഗൈഡൻസ് കൊടുത്ത് ഇവിടെ എത്തിക്കാനും ഒരു ബോധവൽക്കരണം നൽകാറുണ്ട്. ഈ സ്ഥാപനത്തിൽ എവിടെ നിന്നൊക്കെ കുട്ടികൾ വരുന്നുണ്ട്? അതുമാത്രമല്ല, കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ? ഇപ്പോൾ പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം, വയനാട്, കണ്ണൂർ തുടങ്ങിയ ജില്ലകളില്ല. മറ്റ് ജില്ലകളിലെല്ലാം ബ്ലൈൻഡ് സ്കൂളുകളുണ്ട്. എന്നാൽ നമ്മുടെ സ്കൂളിൽ തൃശ്ശൂരിൽ നിന്നുള്ള അവിടുന്ന് മുതൽ കൊല്ലം വരെയുള്ള കുട്ടികൾ നമ്മുടെ സ്കൂളിൽ വന്ന് പഠിക്കുന്നുണ്ടെന്നുള്ളതാണ്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട്. താമസിച്ച് പരിശീലനം നൽകുന്ന ഒരു സ്കൂളാണ് താങ്കളുടേത്. കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുക, ഇവർക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ സംവിധാനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? അതായത് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നോക്കാൻ തന്നെ ഇവിടെ ആൾ കൃത്യസമയത്ത് നോക്കാനുണ്ട്. ആയയുണ്ട് ചെറിയ കുട്ടികളെ പരിപാലിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെയാണ് പെൺകുട്ടികളെ നോക്കാൻ ഫീമെയിൽ മാറ്ററിന്, ആൺകുട്ടികളെ നോക്കാൻ മെയിൽ മാറ്ററിനുണ്ട്. ഇവരുടെ ഒരു പരിചരണവും ഒരു ഫസ്റ്റ് എയ്ഡ് എല്ലാം ഫസ്റ്റ് എയ്ഡ് ടെസ്റ്റ് എല്ലാം അറിയുന്ന ആളുകളാണ് ഇവരെ നിയമിക്കുന്നത്. അവർക്ക് നന്നായിട്ടൊരു ബോധവൽക്കരണം. ഏതൊരു കുട്ടിക്ക് ചെറിയ ഒരു അമ്മയ്ക്ക് തിരിച്ചറിയുന്നതിനേക്കാൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും ഏതൊരു കുട്ടിയുടെയും രോഗനിർണയത്തിൽ. പിന്നെ രണ്ടാമത്, ഞങ്ങൾക്ക് കൊടയത്തൂർ PHCയുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ട്. അവരെപ്പോൾ വേണമെങ്കിലും വരികയും നമുക്ക് ആവശ്യമായ മെഡിക്കൽ എയ്ഡ് തരികയും ചെയ്യുന്നുണ്ട്. കൂടാതെ കണ്ണിൻ്റെ നേത്രപരിചരണത്തിൻ്റെ ഭാഗമായി എല്ലാ വർഷവും വയനാട് ജില്ലാ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു മെഡിക്കൽ സംഘം വന്ന് കുട്ടികളെ പരിശോധിക്കുകയും ആവശ്യമായ മരുന്നോ മെഡിസിനോ എന്താണ് വേണ്ടതെന്ന് എല്ലാം നൽകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വൈദ്യപരമായിട്ട് ഇപ്പോൾ അതിൻ്റെ കഴിഞ്ഞ 2-3 വർഷങ്ങളിലായിട്ട് നമുക്കുണ്ടായ പനി, കൊടയത്തൂരും അറക്കുളെല്ലാം ധാരാളം പനിയുണ്ടെങ്കിലും അങ്ങനെ ഒരു പനിയൊക്കെ ഈ സാധാരണ ഇങ്ങനെയുള്ള സ്കൂളിൽ സംഭവിച്ചു കഴിഞ്ഞാൽ വളരെ ഇതാണ്. പക്ഷേ ഞങ്ങളുടെ സ്കൂളിലേക്ക് അങ്ങനെ ഒരു പനിയൊന്നും വന്നില്ല. അത് ദൈവാധീനവും ഒക്കെ ആവാം. എങ്കിലും ഇതിൻ്റെ ഞങ്ങൾ പരിചരണത്തിൻ്റെയും അതുപോലെ ഈ മെഡിക്കൽ ഓഫീസറുടെയൊക്കെ സഹായ സഹകരണം കൊണ്ട് തന്നെയാണ്. ഈ സ്ഥാപനത്തിൽ എത്ര കുട്ടികൾക്ക് വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട്? ഒരു 65 പേരെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാം. എന്നാൽ വേണ്ടത്ര സൗകര്യങ്ങളായിട്ടില്ല. ഞങ്ങൾക്കിപ്പോൾ ഒരു ഓഡിറ്റോറിയം ആയിട്ടില്ല. ഇപ്പോൾ ക്ലാസ് മുറികളും കാരണം ബോർഡിങ്ങും ഉണ്ട് എങ്കിൽ പോലും ഈ കുട്ടികൾക്കൊരു ഫംഗ്ഷൻ നടത്താൻ ഉള്ള ഒരു സൗകര്യമൊന്നും ആയില്ല. അങ്ങനെയുള്ള പരിമിതികളുണ്ട്. എങ്കിലും 65 പേരെ ഇപ്പോൾ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയും. തീർച്ചയായിട്ടും ഇത്തരം ഒരു സ്ഥാപനം, ഒരു സ്പെഷ്യൽ സ്കൂൾ നടത്തിക്കൊണ്ടു പോകുക എന്ന് പറയുന്ന ഒരു വളരെ ശ്രമകരമായൊരു, ഇത്തരത്തിലൊരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാനുള്ള
പ്രായോഗിക ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റും? ഒന്നാമത് ഈ ഫണ്ടിങ്ങിൻ്റെ ഒരു പ്രയാസം, പിന്നെ വേണ്ടത്ര സ്റ്റാഫ് ഇല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാച്ച്മാൻ ഇല്ല, ക്ലർക്കില്ല, പിയൂണില്ല, സ്വീപ്പറില്ല, ഇങ്ങനെ ധാരാളം. അതുപോലെ അസിസ്റ്റൻറ്റ് ടീച്ചറെ ഇനിയും നിയമിക്കാനുള്ളതുണ്ട്, ഹിന്ദി ഉണ്ട്, പാർട്ട് ടൈം മ്യൂസിക്കിൻ്റെ ടീച്ചറുണ്ട്, അതുപോലെ ഇങ്ങനെയുള്ള മെയിൽ ഗൈഡിനും ഇങ്ങനെയൊക്കെ വേണം. എങ്കിൽ എല്ലാ ഒരു സ്റ്റാഫുകളുടെ എണ്ണം കൂടെ ഫുൾഫിൽ ആയാൽ മാത്രമേ ഒരു ഇങ്ങനെയുള്ള സ്പെഷ്യൽ സ്കൂൾ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഇപ്പം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോകുന്നുണ്ട്. അവിടെയുള്ള സ്റ്റാഫ് 24 മണിക്കൂറും ഇവരുടെ ഒപ്പം നിന്ന് പരിപാലിക്കുന്നത് കൊണ്ട് മാത്രമാണ്, ഒരു ലിഷർ ടൈം പോലും ഇല്ലാതെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. ഇനിയും അവിടെ ഇപ്പോൾ ആകെയുള്ള 12 സ്റ്റാഫ്, ഇനിയും 12ഓളം സ്റ്റാഫിനെ അഡീഷണലായിട്ട് നിയമിക്കുമ്പോൾ മാത്രമേ ഒരു നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുള്ളൂ. താങ്കൾ പറയണ്ടേ സ്റ്റാഫിൻ്റെ അപര്യാപ്തത ഒരു വലിയ പ്രശ്നമാണ്. ശരിക്കും ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു വൈകല്യമുള്ളൊരു കുട്ടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു കുട്ടിയെ മാനേജ് ചെയ്യാൻ തന്നെ ഒരു സ്റ്റാഫ് ആവശ്യമായ ഒരു സംഗതി. എന്തുകൊണ്ട് സർക്കാർ തലത്തിൽ ഈ ഇത്തരം സ്പെഷ്യൽ സ്കൂളുകളിലേക്ക് ആവശ്യത്തിന് സ്റ്റാഫുകളെ നിയമിക്കുന്നില്ല എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഈ സ്കൂൾ സ്ഥാപിച്ചത് 1997-ലാണ്. ഗവൺമെൻറ്റിൻ്റെ റെക്കഗ്നൈസേഷൻ കിട്ടുന്നത് 2001-ൽ. 2001-ൽ വന്നപ്പോഴുടെ നിയമന നിരോധനവും സാമ്പത്തിക പ്രതിസന്ധിയും വന്നു. അപ്പോൾ ഇവിടെ എസെൻഷ്യലായിട്ടുള്ള കുറച്ച് സ്റ്റാഫിനെ തന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്യുകയാണ്. വീണ്ടും ഞങ്ങൾ പേപ്പർ വർക്കെല്ലാം നടത്തേണ്ടത് കഴിഞ്ഞ വർഷം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അബ്ദുൾ റഹീബ് സാറുമായിട്ട് ഞങ്ങൾ ഇതിനെക്കുറിച്ച്, ഈ സ്കൂളിനെക്കുറിച്ച് പ്രത്യേക ഒരു കൂടിക്കാഴ്ചയും അതിൽ ആവശ്യമായിട്ടുള്ള സ്റ്റാഫിനെ നിയമിക്കാനുള്ള നടപടി സ്വീകരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നും ആയില്ല, കിട്ടിയാൽ വളരെ ഉപകാരം. താങ്കൾ ഇപ്പോൾ ഈ സ്കൂളിൻ്റെ സ്പെഷ്യൽ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ലെവലിൽ ഭാവിയിൽ എന്തൊക്കെ തരം പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് ഒരു ആഗ്രഹം? എനിക്ക് നമുക്ക് നമ്മുടെ ഈ കൊടിയത്തൂർ ബ്ലൈൻഡ് സ്കൂളിന് 3 ഏക്കർ സ്ഥലമുണ്ട്. അതിൽ 2 ഏക്കർ സ്ഥലം കൃഷി ചെയ്ത്, കഴിഞ്ഞ വർഷം കൃഷി നല്ല രീതിയിൽ ചെയ്തു. പിന്നെ അത് ഫോളോ അപ്പ് വർക്ക് ചെയ്യാനുള്ള കുറേ ബുദ്ധിമുട്ടുണ്ടായി. കാരണം ആരും ഈ കാഴ്ചയില്ലാത്ത കൂടുതൽ സ്റ്റാഫ് ഉള്ളത് കൊണ്ട് നമുക്കതിന് സപ്പോർട്ടില്ല. ഫുൾ ടൈം നമ്മൾ തന്നെ എൻഗേജ് ചെയ്യേണ്ട ഒരു പ്രയാസമൊക്കെ വന്നു. അങ്ങനെയെല്ലാം വന്നതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടായി. എൻ്റെ ഒരു ഇതിൽ ഇവിടെ തന്നെ ഇപ്പോൾ കോഴിക്കോടുള്ളതുപോലെ ഹയർ എഡ്യൂക്കേഷന് കുട്ടികൾക്ക്, കാഴ്ചയില്ലാത്ത കുട്ടികൾക്ക് ഹയർ എഡ്യൂക്കേഷനുള്ള സാധ്യത സൗത്ത് കേരളത്തിൽ ഇപ്പോൾ സ്ഥലമുള്ളത് കൊണ്ട് നമുക്ക് ഈ കൊടിയത്തൂർ കൊണ്ടുവന്നാൽ ഉപകാരപ്രദമാകും. അതുപോലെ തന്നെ വൊക്കേഷൻ, എന്തെങ്കിലും ഒരു വൊക്കേഷൻ ഇവിടെ തന്നെ പരിശീലിപ്പിക്കാനുള്ള നടപടി. പിന്നെ ഈ കാഴ്ചയില്ലാത്തവർക്ക് റിയൽ എക്സ്പീരിയൻസ് കിട്ടാൻ എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയുമോ അതെല്ലാം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം തന്നെ എനിക്ക് അവിടെ ഈ മത്സ്യം വളർത്താനുള്ള ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു, അതിനുള്ളതെല്ലാം ചെയ്തു. പക്ഷേ എന്ത് ചെയ്തില്ല, വേണ്ടത്ര നടന്നില്ല. പക്ഷേ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ കുട്ടികൾക്ക് കുറേയധികം, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കുട്ടികൾ കപ്പയും അതുപോലെ തന്നെ കായ, വാഴ, ഇത് കഴിച്ച് മടുത്തു എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് വെച്ചാൽ അത് നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടാക്കിയത് കൊണ്ട് മാത്രമാണ്. ഇപ്പോഴും അവിടെ ഉണ്ട്. ഇപ്പോൾ ഡെയിലി ഒരാഴ്ചയിൽ 2 ദിവസമെങ്കിലും നമുക്ക് പഴം കഴിക്കാനുള്ള ഒരു അവസരം ഉണ്ടായത് ഇങ്ങനെയുള്ളൊരിത് കൊണ്ടാണ്. അപ്പോൾ ഇതാണ് ഈ സ്ഥാപനത്തിൽ ഇങ്ങനെയുള്ള ഹയർ എഡ്യൂക്കേഷനുള്ള സാധ്യത കണ്ടെത്തുക, അതുപോലെ വൊക്കേഷണൽ ട്രെയിനിങ് അതിനുള്ള അവസരം ഉണ്ടാക്കുക, അതുപോലെ ഒരു ഈ കാഴ്ചയില്ലാത്തവരെ ട്രെയിനിങ് കൊടുക്കാനുള്ള ഒരു BEd സെൻറ്റർ തന്നെ സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. കാരണം കാഴ്ചയില്ലാത്തവരെ പരിശീലിപ്പിക്കാനുള്ള, ഇപ്പോൾ TDC ലെവലിൽ പരിശീലിപ്പിക്കാനുള്ള ഒരു സ്ഥാപനമാണ് കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡിൻ്റെ പാലക്കാട് ജില്ലയിലെ TCTVH എന്ന് പറയുന്നത് ട്രെയിനിങ് സെൻറ്റർ. അവിടെ ഇതേപോലുള്ള പരിശീലനം. അതുപോലെ തന്നെയോടൊപ്പം TTC പോലുള്ള അതാണ് അവിടെ നടത്തുന്നതെങ്കിൽ BEd ഞങ്ങൾക്ക് ഇവിടെ കൊടിയത്തൂർ സ്കൂളിലേക്ക് കൊണ്ടുവന്നാൽ വളരെ ഉപകാരമാകും എന്ന ചിന്ത മനസ്സിൽ കിടക്കുന്നു. നടപ്പിലാവൂ എന്നൊന്നും പറയുന്നു. വളരെ നന്ദി ശ്രീ പ്രേമരാജൻ ഈ മുഖാമുഖത്തിൽ പങ്കെടുത്തത്. ഓക്കെ, താങ്ക് യു.